إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله كما قال الله عز وجل أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وهو الغفور الودود اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ സ്വഹാബത്ത് സുബഹി നിസ്കാരത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുകയാണ്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈകിയാണ് വരുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സൂര്യൻ ഉദിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു എന്നാണ്. അത്രക്കും വൈകിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് വരുന്നത്. പെട്ടെന്ന് വന്നുകൊണ്ട് വേഗം നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞ് നിന്നുകൊണ്ട് അനുചരന്മാരോട് പറയുകയാണ്, ഞാൻ എന്തിനാണ് വൈകിയതെന്ന് നിങ്ങൾക്കറിയുമോ? രാത്രി ഞാൻ ഉറങ്ങി, എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഉളുവെടുത്ത് റബ്ബിൻ്റെ മുമ്പിൽ രാത്രി നിസ്കരിക്കുകവേ ഞാൻ വീണ്ടും ഉറങ്ങി എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കം നമ്മുടെ ഉറക്കം പോലെയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങുകയുള്ളൂ. ഉറങ്ങിയാൽ അള്ളാഹു വഹി ഇറക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടു. അള്ളാഹുവിൻ്റെ അതിസുന്ദരമായ രൂപം ഞാൻ കാണുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൈ എൻ്റെ നെഞ്ചത്ത് വെച്ച് തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ കൈ വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറിടം തണുത്തു എന്നാണ്. അങ്ങനെ ആ സ്വപ്നത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വഹി റസൂലിനെ ഇറക്കുന്നു.
പല കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുന്നു, പാപമോചനത്തിൻ്റെ വഴികൾ അറിയിച്ചു കൊടുക്കുന്നു. പല കാര്യങ്ങളും അറിയിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, സൽ, നീ ചോദിക്കുക, നിനക്കെന്താണോ വേണ്ടത് നീ അത് ചോദിക്കുക എന്നാണ്. നീ വേണ്ടത് യാചിച്ചു കൊള്ളുക, പ്രാർത്ഥിക്കുക മുഹമ്മദേ എന്ന് പറയാം. ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത്. അല്ലാഹുവേ, നന്മ ചെയ്യാനുള്ള, തിന്മ വെടിയാനുള്ള ഉദവിയും കഴിവും നീ എനിക്ക് താ റബ്ബേ. വഅൻ തഗ്ഫിറ ലി വതർഹമനി, നീ എനിക്ക് പുറത്തു തരുവാനും കരുണ ചെയ്യുവാനും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അവസാനം പറയാണ്, വഅസ്അലുക ഹുബ്ബക, അല്ലാഹുവേ നിന്റെ ഇഷ്ടത്തെ ഞാൻ ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിന്റെ സ്നേഹത്തിന്, നിന്റെ ഇഷ്ടം ലഭിക്കാൻ മാത്രമുള്ള അമലുകളെ ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അല്ലെ, നിന്റെ സ്നേഹത്തിന് കരുണീയമായിട്ടുള്ള അമലുകളെ ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. എന്നിട്ട് സ്വഹാബത്തിനോട് പറയാണ്, ഇന്നഹ ഹഖ്ഖുൻ ഫദ്റസൂഹ സുമ്മ തഅലമൂഹ. ഈ പ്രാർത്ഥന ഇതൊരു യാഥാർത്ഥ്യമാണ്, നിങ്ങൾ പഠിക്കുകയും ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്യണേ എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, ഒരു അവസരം ലഭിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലൊരു അവസരമായിരുന്നു. ദുനിയാവൊന്നും ചോദിച്ചില്ല അതിൽ, മറിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹത്തെയാണ് അവിടെ ചോദിച്ചത്. അല്ലേ, ഈ ഒരു യാചനയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിൻ്റെ സ്നേഹമാണ്. അതേപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹം. അള്ളാഹു സ്നേഹിക്കുന്നവനാണ്. അൽ വദൂദ് എന്നുള്ള നാമം അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിൻ്റെ സ്നേഹം അള്ളാഹു ആർക്കെങ്കിലും ഇട്ടുകൊടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകരുടെ ഇഷ്ടവും പ്രീതിയും അവർക്ക് നൽകുമെന്നാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം ആർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ഇഹലോകത്തും രക്ഷപ്പെടും, പരലോകത്തും രക്ഷപ്പെടുമെന്നാണ്. പരലോകത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുൽഖി ഹബീബഹു ഫിന്നാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിനെ, അവൻ ഇഷ്ടപ്പെടുന്നവൻ, അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമയെ ഒരിക്കലും നരകത്തിൽ ഇടുകയില്ല എന്നാണ്. അത് പരലോകത്തേക്കുള്ള ഒരു സംരക്ഷണമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം ഉള്ളവർക്കുള്ള ഒരു സംരക്ഷണമാണ്. ഇനി ഇഹലോകത്തോ, ദുനിയാവിൻ്റെ കാര്യം ഒരുപാട് ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലൂടെ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം നമ്മളെല്ലാം കേട്ടതാണ്. എന്താ മൂസാ നബി അലൈഹി ഇസ്ലാമയെ കുറിച്ച് പറഞ്ഞത്? മൂസാ നബി അലൈഹി ഇസ്ലാമയെ രക്ഷിക്കുമ്പോൾ അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരു അനുഗ്രഹത്തെക്കുറിച്ച് മൂസാ നബിയോട് പറയാണ്, വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി. മൂസ, നിങ്ങൾക്ക് മേൽ എൻ്റെ റഹ്മത്തിന്, എൻ്റെ മഹബ്ബത്തിനെ, എൻ്റെ ഇഷ്ടത്തെ ഞാൻ ഇട്ടു തന്നിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങൾ പരിരക്ഷിക്കപ്പെടാനും പരിപാലിക്കപ്പെടാനും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് താങ്കളിലേക്ക് ഇട്ടു തന്നു എന്നാണ്. അല്ലേ, മൂസയുടെ ഉമ്മയോടും ആ കാര്യം പറയുന്നുണ്ട്. മൂസയുടെ ഉമ്മയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, പെട്ടിയിലാക്കി നദിയിൽ ഇടണമെന്ന്. യഖുദുഹു അദുവ്വുൻ ലീ വ അദുവ്വുൻ ലഹു. എൻ്റെയും മൂസയുടെയും ശത്രു ഈ കുഞ്ഞിനെ എടുത്തു കളയും. അല്ലേ, ഈ ഒരു സന്ദർഭം. എന്നിട്ട് ഫിർഔന് ലഭിക്കുകയാണ്. മൂസാ നബി എന്ന ആ കുഞ്ഞിനെ ഫിർഔനിന് ലഭിക്കുമ്പോൾ ആ മൂസാ നബിയിൽ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? മൂസാ നബിയെ ഫിർഔന് ലഭിക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ആ കാലയളവിൽ ഈജിപ്ത് ദേശത്തിൽ ജനിക്കുന്ന ഓരോ ആൺകുഞ്ഞിനെയും കൊന്നുകളയണമെന്നുള്ള ഒരു ഓർഡർ അവിടെ ഫിർഔന് നടത്തിയിരുന്നു. അല്ലേ, നാട്ടിലുള്ള മുഴുവൻ ഗർഭിണികളെയും സ്കെച്ച് ചെയ്തുകൊണ്ട് ഓരോ വീടാന്തരങ്ങൾ കയറി ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നൊരു കാലമായിരുന്നു അത്. അപ്പോൾ പിന്നെ കയ്യിൽ കിട്ടിയാൽ പിന്നെ കൊല്ലാണ്ടിരിക്കും. നാട്ടിലുള്ള വീടുകളിൽ കയറി ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു കാലത്ത് ആ ദുഷ്ടനായ ഫിർഔന്റെ കയ്യിലൊരു കുഞ്ഞിനെ കിട്ടിയാൽ, ആൺകുഞ്ഞിനെ കിട്ടിയാൽ ഉറപ്പായും തട്ടിക്കളയും.
എന്നാൽ വളരെ അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് മൂസയിൽ ഉണ്ടായതുകൊണ്ട് ഫിർഔനിൻ്റെ ഭാര്യ അവിടുന്ന് പറയാണ്, ഫൽതഖതഹു ആലു ഫിർഔൻ, ഫിർഔനിൻ്റെ ഭാര്യ ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ പറയാണ്, ഖുർറത്തു ഐനുൽ ലീ വലക്, ഇത് എനിക്കും നിങ്ങൾക്കും ഒരു കൺകുളിർമയാണ്. ലാ തഖ്തുലുഹു, ഈ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലരുത്, ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം, നമുക്കിവനെ മകനായി സ്വീകരിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിയ ബീവിയുടെ മനസ്സിൽ ഒരു പ്രീതി ഇട്ട് കൊടുക്കുകയാണ് മൂസയോട്. നോക്കൂ സഹോദരന്മാരെ, ഫിർഔൻ വളരെ ദുഷ്ടപ്രകൃതിയുള്ളവനായിട്ട് കൂടിയും അല്ലേ ചുറ്റുപാടിലും അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് അള്ളാഹു അൽ വദൂദ്. അൽ വദൂദായ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു സഹോദരന്മാരെ, നമ്മൾ രക്ഷപ്പെട്ടു. എത്ര വലിയ സാഹചര്യം എത്ര പ്രതികൂലമായാലും ശരി, അള്ളാഹുവിൻ്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം ആർക്കാണ് ലഭിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അത് വ്യക്തമാണ്. 3 കാര്യങ്ങളാണ് ചോദിച്ചത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ നിന്റെ സ്നേഹത്തെ ഞാൻ ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം അല്ലേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളെ നാം സ്നേഹിക്കുമ്പോൾ അവർ എങ്ങനെയുള്ളവരാണ്? അവർ വക്രതയില്ലാത്തവരാണ്, അവർ നല്ല ആളുകളാണ്. നമ്മളങ്ങനെയാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരനെ മറ്റൊരു നാട്ടിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫഅർസദ അല്ലാഹു ലഹു അലാ മദ്റജതിഹി മലക്കൻ, അള്ളാഹു ഒരു മലക്കിനെ അയാളിലേക്ക് അയക്കാണ്. എന്നിട്ട് ചോദിക്കണം, ആ മലക്ക് ചോദിച്ചു ആ മനുഷ്യനോട്, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? ആ മനുഷ്യനുമായിട്ട് വല്ല കടമിടപാട് എന്തെങ്കിലും തീർക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും ഇടപാട് തീർക്കാനുണ്ടോ? മനുഷ്യൻ പറഞ്ഞു, ലാ ഗൈറ അന്നി അഹ്ബബ്തുഹു ഫില്ലാഹി അസ്സ വജൽ, ഞാൻ അയാളെ സന്ദർശിക്കാൻ പോകുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയാളെ സ്നേഹിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ മലക്ക് ആ മനുഷ്യനോട് പറയാണ്, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക, എന്നെ അള്ളാഹു ഇറക്കിയതാണ്, എന്നെ അള്ളാഹു പറഞ്ഞയച്ചതാണ് നിന്നിലേക്ക്. എന്തിനാണ്? ഒരു മെസ്സേജുമായിട്ടാണ് എന്നെ അയച്ചത്. എന്താ അത്? ബി അന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബ്തഹു ഫീഹി, നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ മനുഷ്യനെ സ്നേഹിച്ചതുപോലെ അള്ളാഹു നിന്നെയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് എന്നെ അള്ളാഹു പറഞ്ഞയച്ചത് എന്നാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുമ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളും ഇതുപോലെ പലരെയും ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ. പല ആളുകളും പല കാര്യങ്ങൾക്കും വേണ്ടി പലരെയും ഇഷ്ടപ്പെടുന്നു അല്ലേ. കായിക മേഖലയിലുള്ളവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പണത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പേരിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലേ. നമ്മൾ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലരെയും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലുള്ള അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് അപ്പുറത്തുള്ള അന്യ നാടുകളിലുള്ള ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. ജില്ലകൾ കടന്ന്, സംസ്ഥാനങ്ങൾ കടന്ന്, രാജ്യങ്ങൾ ഭേദിച്ച് അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പലരെയും ഇഷ്ടപ്പെടാറുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ പറയുന്ന എന്നെയും നിങ്ങളെയും അത്തരത്തിലുള്ള അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്മാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിചാരണ ചെയ്യേണ്ട വിഷയമാണ് അല്ലേ. അങ്ങനെ നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീലിനെ വിളിച്ച് പറയും, ഇന്ന വ്യക്തി എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ജിബ്രീലെ താങ്കളും ഇഷ്ടപ്പെടണം. ജിബ്രീൽ എന്ന് ചെയ്യും, മാലോകരോട് മുഴുവനും പറയും, അവരെല്ലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്നാണ്. തുമ്മ യൂലഉൽ ഖബൂൽ അല്ലേ. എന്നിട്ട് ഭൂമിയിലുള്ള ആളുകൾക്കൊക്കെ ആ മനുഷ്യനോട് ഒരു സ്വീകാര്യത മനുഷ്യൻ ഇട്ടുകൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അള്ളാഹുവെ സത്യസന്ധമായും സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ അതിന് ഒരു വഴി എന്തെന്ന് വെച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചില്ല. അതിൽ 3-ാമത്തെ ഭാഗം എന്താണ്? വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിന്റെ സ്നേഹം ലഭിക്കാൻ മാത്രമുള്ള അമലുകൾ, ആ അമലിനോടുള്ള ഇഷ്ടം തരണേ എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം,
അല്ലെ? നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ, അള്ളാഹുവിന് എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് ഇഷ്ടത്തോടു കൂടിയാണോ നമ്മൾ ചെയ്യുന്നത്? ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, അല്ലേ? നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അത് ആസ്വദിച്ചിട്ടാണോ ചെയ്യുന്നത്? അതിലൊരു ആസ്വാദനം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചോദിക്കേണ്ട വിഷയമാണ്. അല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഫർളാക്കിയ കാര്യങ്ങളാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. എൻ്റെ അടിമ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫർളായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്നാണ്, നിർബന്ധ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു ആറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ദുല്ലനി അല അമലിൻ, നബിയെ എനിക്കൊരു അമല് പഠിപ്പിച്ചു തരണം. ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ആ അമല് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, അങ്ങനെയുള്ള ഒരു അമല് പഠിപ്പിച്ചു തരും നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅബുദുല്ലാഹ ലാ തുശ്രികു ബിഹി ഷൈഅ, നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവൻ്റെ ഇബാദത്തിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വതുഖീമുസ് സലാത്തൽ മഫ്റൂള, നിർബന്ധ നിസ്കാരം നീ കൃത്യമായി നിസ്കരിക്കണം. വതുഅദ്ദി സകാത്തൽ മഫ്റൂള, നിർബന്ധ സകാത്ത് നീ കൊടുത്തു വീട്ടണം. വതസൂമു റമളാൻ, റമളാൻ മാസത്തിൽ നിർബന്ധ നോമ്പുകൾ നീ നോറ്റു വീട്ടണം. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പറയാണ്, വല്ലദി നഫ്സി ബിയദിഹി ലാ അസീദു അലാ ഹാദാ, ഇതിനപ്പുറം അള്ളാഹുവാണ് ഈ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യൂല റസൂലേ, ഇതിനേക്കാൾ കൂടുതൽ ഒന്നും ഞാൻ ചെയ്യൂല, ഇത് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി. തിരിച്ചു പോകുമ്പോൾ കൂടെയുള്ള അനുചരന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, ആർക്കെങ്കിലും സ്വർഗ്ഗക്കാരിൽപ്പെട്ട ഒരു മനുഷ്യനെ കാണണമെന്നുണ്ട് എങ്കിൽ ഫല്യൻദുർ ഇലാ ഹാദാ, ദേ ഈ മനുഷ്യനെ നോക്കിക്കോളിന്നാണ്. അയാൾ സ്വർഗത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങൾ, ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? വെറും നമ്മളെല്ലാം ചെയ്യുന്ന കേവലം നിർബന്ധമായ ഫർളായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നോക്കൂ, ആ മനുഷ്യന് പറഞ്ഞത് ആദർശം അത് കൃത്യമായി നോക്കിക്കോളാം, നിസ്കാരം ഞാനത് കൃത്യമായി നിർവഹിക്കാം, സക്കാത്ത് കൊടുത്തു വീട്ടിക്കോളാം, റമളാനിൽ നോമ്പെടുത്തുകൊള്ളാം, അത് മാത്രമാണ് അയാൾ സ്വർഗത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് നമ്മൾ നിർബന്ധ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നിർബന്ധമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അത് മര്യാദക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അത് ചെയ്യുമ്പോൾ ഒരു ആസ്വാദനത്തോടു കൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, വൃത്തിക്ക് ചെയ്യുക. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്തെന്ന് വെച്ചാൽ, ഈ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ആസ്വാദനം ലഭിക്കാറുണ്ടോ? പള്ളി ഒരൽപ്പം ദൂരമാണ്, ജമാഅത്തിന് വരുമ്പോൾ ആ പ്രയാസത്തിൽ നമുക്കൊരു ആസ്വാദനം ലഭിക്കുന്നുണ്ടോ? നോമ്പ് നോൽക്കുമ്പോൾ പ്രയാസമുണ്ട്, പക്ഷെ ആ പ്രയാസത്തിൽ ഒരു ആസ്വാദനം, എൻ്റെ റബ്ബിന് വേണ്ടിയല്ലേ എന്ന് പറയുന്ന ആ ഒരു ആസ്വാദനവും ഇഷ്ടവും അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ? അതിനുപരി അള്ളാഹു നിർബന്ധമാക്കിയ ഏറ്റവും ഒന്നാമത്തെ വിഷയം തൗഹീദാണ്, ആദർശത്തിൻ്റെ വിഷയമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം അതൊരു ആസ്വാദനത്തോടു കൂടി നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? അതിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ നമുക്കൊരു ആസ്വാദനമായി തോന്നുന്നുണ്ടോ? അല്ലെ? പൊരുവെയിലിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചത്ത് കല്ലും വെച്ച് അവിടുത്തെ ഉമയ്യത്തിൻ്റെ കിങ്കരന്മാർ ശകാരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. വിളിക്കടാ ലാത്തയെ, വിളിക്കടാ ഉസ്സയെ, ഇബ്രാഹിം നബിയെ വിളിക്കടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അഹദ് അഹദ്, എനിക്കെൻ്റെ റബ്ബ് മതി, എനിക്കെൻ്റെ റബ്ബ് മാത്രം മതി എന്ന് പറയുന്ന ആ കലിമത്തു തൗഹീദ് മരണത്തെ മുന്നിൽ കാണുമ്പോൾ പോലും അവർക്കൊക്കെ പറയാൻ സാധിക്കുന്നത് അതിന് വല്ലാത്തൊരു ആസ്വാദനമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്, അല്ലേ? ആ തൗഹീദിൻ്റെ മാധുര്യം അവർ അറിഞ്ഞിരുന്നു എന്നതുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ സത്യദീൻ, യഥാർത്ഥ തൗഹീദിൻ്റെ ആദർശം മനസ്സിലായപ്പോൾ ഞാനിനി ദർഗകളിലേക്കോ അത്തരം കേന്ദ്രങ്ങളിലേക്കോ ഉറൂസുകളിലേക്കോ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഇബാദത്തുകൾ നൽകപ്പെടുന്ന കേന്ദ്രങ്ങളിലേക്ക് ഞാൻ ഇനി ഇല്ല എന്ന് കുടുംബക്കാരോട് പറയുമ്പോൾ ഉറുക്കും ഏലസും അത്തരത്തിലുള്ള ചരടുകളും അതൊന്നും എനിക്കിനി വേണ്ട, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് ഏൽപ്പിക്കുകയാണ്, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന്
കുടുംബത്തോട് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഒരുപക്ഷെ ഭീഷണിയും ഒറ്റപ്പെടുത്തലുകളുമെല്ലാം കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം. ആ സമയത്ത് അതൊക്കെ ഒരു ആസ്വാദനമായി നമുക്ക് തോന്നാറുണ്ടോ? എങ്കിൽ അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതല്ല, തൗഹീദ് മനസ്സിലായിട്ടും ദുനിയാവിനെ പേടിച്ചിട്ട് തൻ്റെ കുടുംബക്കാർ എന്ത് വിചാരിക്കും, കൂട്ടുകാർ, കച്ചവട പാർട്ട്നേഴ്സ്, അല്ലേ, ജോലി, എൻ്റെ ജോലി എന്താകും, എൻ്റെ മഹല്ല് കമ്മിറ്റി എന്താകും, അതേപോലെ എൻ്റെ ഉയർന്ന സ്ഥാനം പോവുമല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് ആദർശത്തെ പണയം വെക്കുന്നവരാണോ നമ്മൾ? എങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകം നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാചകമാണ്. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ യുഅതി ദുനിയ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹു ദുനിയാവ് അവന് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ദുനിയാവ് കൊടുക്കും. എന്നാലോ വലാ യുഅതിൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു. എന്നാൽ അല്ലാഹു ഈമാൻ എന്നുള്ള ആ സൗഭാഗ്യം അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് നൽകുകയുള്ളൂ എന്നാണ്. സഹോദരങ്ങൾ, ഒരാൾക്ക് ഈമാനുണ്ട് എങ്കിൽ അതിനർത്ഥം അയാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ്. റബ്ബിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കണം, അതിനുള്ള പ്രയത്നങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം ഫർളുകൾ, നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. ശേഷം അള്ളാഹു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ പറയാണ്, എൻ്റെ അടിമ എന്നിലേക്ക് നാഫിലായ കാര്യങ്ങൾ, സുന്നത്തായ ഐച്ഛികമായ കാര്യം ചെയ്ത് എന്നിലേക്ക് അടുക്കും, എന്നിട്ട് അവനെ ഞാൻ ഇഷ്ടപ്പെടും. ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ, അള്ളാഹ് പറയുന്ന കാര്യം നോക്കൂ സഹോദരന്മാരെ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ്റെ കേൾവി ഞാനായിത്തീരും. എന്ന് വെച്ചാൽ അവൻ്റെ കേൾവിയെ ഞാൻ സംരക്ഷിക്കും, അവൻ നല്ലത് മാത്രമേ കേൾക്കുകയുള്ളൂ. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനായി മാറും. എന്ന് വെച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ അവൻ കാണുകയുള്ളൂ. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്ന ചെയ്തികളും സ്പർശനങ്ങളുമെല്ലാം അള്ളാഹുവിന് തൃപ്തിയുള്ളത് മാത്രമായിരിക്കും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ്റെ കാലുകൊണ്ടുള്ള നടത്തം അത് ഏതെങ്കിലും അപകടത്തിലേക്കോ തിന്മകളിലേക്കോ ആയിരിക്കുകയില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തീർന്നില്ല, അള്ളാഹു പറയാണ്, എന്നോട് അവൻ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉറപ്പായും അവന് നൽകിയിരിക്കുമെന്നാണ്. എന്നോട് എന്തെങ്കിലും കാവൽ ചോദിച്ചാൽ, എന്നോട് എന്തെങ്കിലും കാവൽ ചോദിച്ചാൽ, രക്ഷ ചോദിച്ചാൽ ഞാൻ അവനത് നൽകിയിരിക്കും എന്നാണ്, ഞാൻ അവന് അഭയം നൽകിയിരിക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണിത്. ദുനിയാവിൽ ഇതിനേക്കാളും വലിയ സൗഭാഗ്യം വേറെ എന്താണുള്ളത്, അല്ലേ? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്, അല്ലേ? ഡോക്ടർമാർ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ നമ്മുടെ മാക്സിമം നോക്കി, ഇനി ഒന്നും ചെയ്യാനില്ല, നമ്മൾ കൈവിട്ടിരിക്കുന്നു എന്ന് പറയും. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെ എത്ര രോഗികളാണ് സഹോദരങ്ങളെ, പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട് എത്ര രോഗികളാണ്. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തരുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു നേട്ടം ഒരു വിശ്വാസിക്ക് എന്താണ് സഹോദരങ്ങളെ? ആ നേട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്നത് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതേപോലെ ഐച്ഛിക കർമ്മങ്ങൾ, സുന്നത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ അത് ആസ്വദിച്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം, അല്ലേ? സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു ഇഷ്ടത്തോടു കൂടിയും ആസ്വാദനത്തോടു കൂടിയും ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. സലഫുകൾ പറയുമായിരുന്നു, എനിക്കെൻ്റെ റബ്ബിൻ്റെ സംസാരം കേൾക്കണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഖുർആൻ എടുത്ത് വായിക്കുമെന്നാണ്. എന്തെങ്കിലും ഖുർആൻ വായിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട് സഹോദരങ്ങളെ, അല്ലേ? ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഖുർആൻ വായിക്കുമ്പോൾ റബ്ബ് എന്നോടാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സംസാരം കേൾക്കാൻ നമ്മൾക്ക് ഇഷ്ടമാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മളുടെ മക്കൾ, ഗൾഫിലുള്ള ആളുകൾ എത്ര വട്ടമാണ് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്, അല്ലേ? അവരുടെ സംസാരം കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നാൽ റബ്ബിൻ്റെ സംസാരം ഇനിയും കേൾക്കണം എന്ന് വിചാരിച്ച് ഖുർആനിൻ്റെ പാരായണം നീട്ടുന്ന ഒരവസ്ഥ, അല്ലേ? അതെത്ര അത്ഭുതമാണത്. എന്നെങ്കിലും അല്ലെ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ സംസാരം കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥമാണ്,
ഖുർആൻ വായിക്കാത്തതിൻ്റെ പേരിൽ, ഖുർആൻ ഓതാത്തതിൻ്റെ പേരിൽ, ഒരു ദിനം ഖുർആൻ ഓതിയിട്ടില്ല, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത നമുക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല എങ്കിൽ റബ്ബുമായിട്ടുള്ള നമ്മുടെ ഇഷ്ടം എത്രയാണ് എന്ന് അളക്കാനുള്ള ഒരു അളവുകോലാണത്, അല്ലേ? സലഫുകൾ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമാണ്, ഖുർആൻ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കാൻ നമ്മൾ ഖുർആൻ ഓതിരും. ഇനി നമ്മൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ, അള്ളാഹുവിനോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ നിസ്കരിക്കുമെന്നാണ്. അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി നിസ്കരിക്കുമെന്നാണ്. നമ്മുടെ ടെൻഷനുകൾ, വേദനകൾ, നമ്മുടെ യാതനകൾ, ആവലാദികൾ ഒരു കേൾക്കാൻ ഒരാളുണ്ട് എങ്കിൽ വല്ലാത്ത സന്തോഷമാണ്, അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. നമ്മളത് പലപ്പോഴും പല ആളുകളോടും പങ്കുവെക്കാറുണ്ട്, അല്ലേ? കേൾക്കുന്ന ഒരാളോട്, സുഹൃത്തിനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, അങ്ങനെ പറയാറുണ്ട്, മാതാപിതാക്കളോട്. എന്നാൽ നമ്മളുടെ അത്തരത്തിലുള്ള വേവലാതികൾ, ടെൻഷനുകൾ, നമ്മളുടെ പരാതികൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ നമ്മുടെ റബ്ബുമായിട്ട് അങ്ങനെ ആ ഒരു കണക്ഷൻ നമുക്കുണ്ടോ സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു മനുഷ്യൻ അള്ളാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് ഇങ്ങനെ പറയാൻ ഒരു കണക്ഷൻ നമുക്കുണ്ടോ? അത്തരത്തിലുള്ള ഒരു ആസ്വാദനത്തിൽ നമ്മുടെ സുജൂദ് ദീർഘിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇല്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു ദാനം ചെയ്യുമ്പോൾ, ഒരു 10 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? അതൊരു ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ നമുക്കേറെ ഇഷ്ടമാണ്, അല്ലേ? നമുക്ക് ജീവനാണ് നമ്മുടെ മക്കൾ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ എത്രയോ അധ്വാനിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്. അവരുടെ ഭക്ഷണവും വസ്ത്രവും അവരുടെ സ്കൂൾ ഫീസുമൊക്കെയായി അതിനുവേണ്ടി നമ്മൾ ജീവിതം അധ്വാനിക്കുകയാണ്. പല ആളുകളും എത്രയോ വർഷങ്ങൾ പ്രവാസ ജീവിതത്തിൻ്റെ കയ്പുനീര് കുടിക്കുകയാണ്. പലപ്പോഴും പല നേരത്തെ ആഹാരം വരെ ഒഴിവാക്കുന്നവരുണ്ട്. എന്തേ? മക്കൾക്ക് കൃത്യമായി അവർക്ക് പൈസ അയക്കണം. അയാളോട് ചോദിച്ചാൽ എന്താ പറയുക? എൻ്റെ കുടുംബത്തിനല്ലേ. അതിലൊരു ആസ്വാദനമുണ്ട് അവർക്ക്. എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാലും അതിലൊരു ആസ്വാദനമുണ്ട്. എന്നാൽ റബ്ബിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ, റബ്ബിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു ത്യജിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രയാസപ്പെടുമ്പോൾ ആ രീതിയിലുള്ള ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം, ആ ഒരു ആസ്വാദനം നമുക്ക് ലഭിക്കാറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, അല്ലേ? നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു വെറും വർത്താനമാകരുത്. മറിച്ച് നന്മകൾ ചെയ്യുമ്പോൾ ആസ്വദിച്ച് ചെയ്യാനും ഇഷ്ടപ്പെട്ട് ചെയ്യാനും നമുക്ക് കഴിയണം. തിന്മകളിൽ നിന്ന് സത്യസന്ധമായും മാറി നിൽക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കും, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഷഅബാൻ മാസത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സുന്നത്ത് നോമ്പുകൾ ഷഅബാൻ മാസത്തിൽ വർദ്ധിപ്പിച്ചതായിട്ട് സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അതിന് പല കാരണങ്ങളുമുണ്ട്. എന്തിനാണ് അങ്ങനെ നോമ്പ് അധികരിപ്പിച്ചത് എന്ന് സ്വഹാബികൾ പറയാണ്, കാന യസൂമു ഷഅബാന കുല്ലഹു. ഷഅബാനിൻ്റെ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നു എന്നാണ്. സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാന ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫീ ഷഅബാന. റമളാനിൽ നോറ്റുവീട്ടാൻ ബാക്കിയുള്ള നോമ്പുകൾ അതൊരു പക്ഷേ പിന്നീട് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, അത് ഞാൻ ഷഅബാനിലാണ് നോറ്റ് വീട്ടാറുള്ളത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ നോമ്പ് ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഷഅബാനിൽ നമ്മൾ നോറ്റ് വീട്ടണം. അതേപോലെ മറ്റൊരു പ്രത്യേകത, ഷഅബാനിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് റജബ് പരിശുദ്ധ മാസമാണ്. അതേപോലെ റമളാൻ എന്നുള്ളത് എല്ലാവരും പവിത്രമായി കാണുന്ന റഹ്മത്തിൻ്റെയും ബറക്കത്തിൻ്റെയും മാസമാണ്. അതിനിടയിലുള്ള ഒരു മാസമാണ് ഷഅബാൻ.
അതിനിടയിൽ ആളുകൾ കൂടുതൽ ഗഫ്ലത്തിലായി പോകുന്ന, അശ്രദ്ധയിലായി പോകുന്ന മാസമാണ്. ഇസ്ലാമിൽ പൊതുവായ ഒരു നിയമമാണ്, ആളുകൾ മൊത്തത്തിൽ ഗഫ്ലത്തിലായിരിക്കുമ്പോൾ, അശ്രദ്ധയിലായിരിക്കുമ്പോൾ ഇബാദത്ത് ചെയ്താൽ അതിൽ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളത് അല്ലേ. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം അല്ലേ. അതേപോലെയാണ് ഷാബാനിൽ നന്മകൾ ചെയ്യുന്നത്. ഷാബാനിൽ മുൻഗാമികളായ ആളുകൾ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊരു പ്രത്യേകത, ഒരു വർഷത്തെ അമലുകളുടെ, ഇബാദത്തുകളുടെ കണക്കുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഷാബാൻ മാസത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു മാസത്തിൻ്റെ വിധിവിലക്കുകൾ അതല്ലെങ്കിൽ ഖലാ ഖദ്റുകൾ ഇറങ്ങുന്നത് അടുത്ത റമളാനിലാണ്. റമളാനിൽ ലൈലത്തുൽ ഖദ്റിൻ്റെ അന്നാണ് ഖദ്റെല്ലാം തീരുമാനിക്കുന്നത് ഒരു കൊല്ലത്ത്. അപ്പോൾ ആ കൊല്ലത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഷാബാനിലാണ്. അപ്പോൾ ആ ഷാബാൻ മാസത്തിൽ നമ്മുടെ അമലുകളെല്ലാം ഉയരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് ഷാബാനിൽ കഴിവിൻ്റെ പരമാവധി നോമ്പ് നോക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക, സുന്നത്ത് നോമ്പുകൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഷാബാൻ എന്നുള്ളത് റമളാനിനുള്ള ഒരു പ്രാക്ടീസാണ്, ഒരു ഒരുക്കമാണത്. സലഫുകൾ അങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത് അല്ലേ. തൗബ ചെയ്യുന്നത് അധികരിപ്പിക്കുക, ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. ഖുർആൻ റമളാൻ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ തക്ബീർ വിളിക്കുമ്പോൾ മാസം കണ്ടതിന് ശേഷം എടുക്കുന്നതിന് പകരം അതിന് മുമ്പേ നമ്മൾ എടുത്ത് അതൊരു മനസ്സിന് ഒരു തൃപ്തിയും അതല്ലെങ്കിൽ അങ്ങനെ ഒരു പാകപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ പരിശ്രമിച്ച് മുന്നോട്ട് വരണം. സലഫുകൾ പറഞ്ഞത് ഷഹറുൽ ഖുർറ എന്നാണ്, ഖുർആൻ പാരായണക്കാരുടെ മാസമാണ് ഷാബാൻ എന്നാണ്. അവർ അത്രയും പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വരാനിരിക്കുന്നത് പുണ്യങ്ങളുടെയും റഹ്മത്തിൻ്റെയും ബറക്കത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും മാസമായ റമളാനാണ്. ഒരു മനുഷ്യന് റമളാൻ മാസം ലഭിക്കുക എന്ന് പറയുന്നത് അയാളുടെ ആയുസ്സിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് അല്ലേ. റമളാൻ എന്നുള്ളത് ആയുസ്സിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. അതൊരിക്കലും പാഴായി പോകാൻ പാടില്ല. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ എത്ര ഒരുങ്ങാറുണ്ട്. എന്നാൽ റമളാനിന് അതിനേക്കാളേറെ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. 30 ദിവസം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് ഒരുങ്ങേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കൂടെ കഴിഞ്ഞ റമളാനിൽ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ, നമ്മുടെ കൂടെ നിന്ന് നമസ്കരിച്ച ആളുകൾ നാറടി മണ്ണിലാണ്. നമ്മൾ അടുത്തൊരു റമളാനിലുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ നീയത്ത് നന്നാക്കി അതിലേക്ക് പ്രവേശിക്കുക, നന്നായി ഒരുങ്ങുക, പാപമോചനം അധികരിപ്പിക്കുക, ഖുർആൻ പാരായണങ്ങൾ, നോമ്പ്, അതേപോലെ മറ്റ് ഇബാദത്തുകളൊക്കെ അധികരിപ്പിക്കുക. മനസ്സിനെ പാകപ്പെടുത്തിയാണ് നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന നല്ലവരായ അടിമകളിൽ നമ്മളെല്ലാം അങ്ങനെ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ പറ്റി ഖുർആനിൽ പഠിപ്പിച്ചില്ലേ. അള്ളാഹു ധാരാളം തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതേപോലെ വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധി വരുത്തുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമെന്നാണ്. ഹൃദയശുദ്ധിയും അംഗശുദ്ധിയും എല്ലാം വരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ റമളാനിലേക്ക് കടക്കേണ്ടത്. വഹുവൽ ഗഫൂറുൽ വദൂദ്, അള്ളാഹു ആണെങ്കിൽ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് ആ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. വല്ലദീന, വിശ്വാസികളെ പറ്റി അള്ളാഹു പറഞ്ഞില്ല, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾ അള്ളാഹുവിനോട് അങ്ങേയറ്റ തീവ്രമായ സ്നേഹമുള്ളവരാണ് എന്നാണ് വിശ്വാസികളെ പറ്റി അള്ളാഹു പഠിപ്പിച്ചത്. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് മറ്റെല്ലാത്തിനേക്കാളും മുൻഗണന നൽകി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്നേഹം ലഭിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് അള്ളാഹു ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ റാഹത്തും കൺകുളിർമയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും അഭിവൃദ്ധിയും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന
മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് രക്ഷയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദി അൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.